നമസ്കാരം. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നടുവിലും പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ സമിതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം. തനിക്കെതിരെ ഉയർന്ന അയോഗ്യതാ പരാതിയിൽ ഏകപക്ഷീയമായ നടപടി ഉണ്ടാകില്ലെന്നും തന്റെ ഭാഗം വിശദമായി കേൾക്കുവാൻ സമിതി തയ്യാറായതും രാഹുലിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ ആശ്വാസമായിരിക്കുകയാണ്. DK മുരളി MLA നൽകിയ പരാതിയിൽ ധൃതി പിടിച്ചു തീരുമാനമെടുക്കാതെ സ്വാഭാവിക നീതി ഉറപ്പാക്കിക്കൊണ്ട് രാഹുലിന്റെ കൂടി മൊഴി നേരിട്ട് രേഖപ്പെടുത്തുവാനാണ് സമിതിയുടെ തീരുമാനം. ഇതോടെ നിയമസഭാ നടപടികളിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ അവസരം ലഭിച്ചിരിക്കുകയാണ്. കേവലം രേഖകൾ പരിശോധിക്കുന്നതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തുവാനാണ് സമിതിയുടെ തീരുമാനം. തന്റെ ഭാഗം വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം കൂടിയാണിത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായി എന്നതുകൊണ്ട് മാത്രം ഒരാളെ അയോഗ്യനാക്കുവാൻ ചട്ടമുണ്ടോ എന്നതിനേക്കാൾ സഭയുടെ അന്തസ്സിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതാകും സമിതി പരിശോധിക്കുക. ഇരുവിഭാഗത്തിന്റെ വാദങ്ങൾ കേട്ട ശേഷം മാത്രമാകും സമിതി സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകുന്നത്. ഇതിന് മാസങ്ങൾ വരെ സമയമെടുത്തേക്കാം എന്നതിനാൽ MLA സ്ഥാനത്ത് തുടരുന്നതിന് തൽക്കാലം തടസ്സമില്ല. ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾ പ്രതിയായതുകൊണ്ട് മാത്രം ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല. കോടതി ശിക്ഷിച്ചാൽ മാത്രമേ അയോഗ്യത നിലവിൽ വരൂ എന്ന വാദം രാഹുലിന് ഉയർത്താം. തനിക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജനവിധി അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും സമിതിക്ക് മുൻപിൽ വാദിക്കുവാനുള്ള അവസരം അദ്ദേഹത്തിന് വിനിയോഗിക്കാം. നിയമസഭാ സമിതിയുടെ തീരുമാനങ്ങൾ നിയമവിരുദ്ധമെന്ന് തോന്നിയാൽ രാഹുലിന് കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് സ്റ്റേ വാങ്ങുവാനുള്ള നിയമപരമായ അവകാശവുമുണ്ട്. നിലവിലെ സഭാ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് നൽകുവാനാണ് സമിതി ലക്ഷ്യമിടുന്നത്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം സ്പീക്കർക്കോ മുഖ്യമന്ത്രിക്കോ സഭയിൽ പ്രമേയം അവതരിപ്പിക്കാം. മൂന്നാം ബലാത്സംഗ കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ നടത്തിയ നിരീക്ഷണങ്ങൾ രാഹുലിന് അനുകൂലമായേക്കാം. പരാതി നൽകാനുണ്ടായ കാലതാമസവും ബന്ധം ഉഭയസമ്മതപ്രകാരമായിരുന്നുവെന്ന വാദവും സമിതിക്ക് മുൻപിൽ അദ്ദേഹത്തിന് ഉയർത്താം. ഭരണഘടനാപരമായി ഒരു MLA അയോഗ്യനാക്കാൻ അദ്ദേഹം ഒരു ക്രിമിനൽ കേസിൽ 2 വർഷമോ അതിലധികമോ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം. ഈ ഘട്ടത്തിൽ കേവലം പ്രതിയായതുകൊണ്ട് മാത്രം അയോഗ്യനാക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്ന് രാഹുൽ വാദിച്ചേക്കും. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആയി സഭയിൽ തുടരുന്നതിന് നിയമ തടസ്സങ്ങളില്ല. നിരന്തരം പീഡന കേസുകളിൽ പ്രതിയാകുന്ന ഒരാൾക്ക് സഭയിൽ തുടരുവാൻ അർഹതയില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ കൈവിട്ടുവെന്ന സൂചനകൾക്കിടെയും സഭയ്ക്കുള്ളിലെ അയോഗ്യതാ നീക്കത്തെ പ്രതിരോധിക്കുവാനാണ് UDFന്റെ നീക്കം. സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങളായ റോജി M. ജോണും UA ലത്തീഫും സ്വീകരിക്കേണ്ട നിലപാട് UDF പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കും. അതേസമയം സഭാ നടപടികൾക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സർക്കാർ തീരുമാനം. ബജറ്റിലെ പൊതുചർച്ചയാണ് സഭയുടെ പ്രധാന അജണ്ട. മൊഴിയെടുക്കൽ പൂർത്തിയാകുന്നതോടെ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമായ തീരുമാനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. കൃത്യമായ ഒരു തീയതി പൊതുവായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ രാഹുലിനെ സമിതിക്ക് മുന്നിൽ ഹാജരാകുവാൻ വിളിപ്പിച്ചേക്കും. നിലവിലെ ബജറ്റ് സമ്മേളനം അവസാനിപ്പിക്കുന്നതിന് മുൻപായി, അതായത് ഈ ഫെബ്രുവരി പകുതിയോടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതിനാൽ നടപടികൾ വേഗത്തിലാക്കുവാനാണ് സമിതിയുടെ നീക്കം. രാഹുൽ ഇപ്പോൾ തന്റെ അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. കോടതി ഉത്തരവ് പ്രകാരം എല്ലാ ശനിയാഴ്ചയും രാവിലെ 10:30-നും 12-നും ഇടയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന നിബന്ധനയുണ്ട്. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് രാഹുൽ ഇതുവരെ വ്യക്തമായ സൂചന നൽകിയിട്ടില്ല. രാഹുലിനെതിരായ പരാതി നിയമസഭാ സെക്രട്ടേറിയറ്റ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഈ ആഴ്ച തന്നെ, അതായത് ഫെബ്രുവരി 5-ന് മുൻപായി രാഹുലിനും DK മുരളിക്കും ഔദ്യോഗിക നോട്ടീസ് കൈമാറുവാൻ സ്പീക്കറുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിയറിംഗ് തീയതി മിക്കവാറും ഫെബ്രുവരി 2ാം വാരത്തിൽ ഉണ്ടാകുവാനാണ് സാധ്യത. നിലവിൽ പ്രതിപക്ഷ നിരയിലിരിക്കുന്ന രാഹുലിനെ അൺഅറ്റാച്ച്ഡ് അംഗമായി പരിഗണിച്ച് സീറ്റ് മാറ്റി നൽകുവാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. UDF ഔദ്യോഗികമായി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞെങ്കിലും വ്യക്തിപരമായ ആരോപണങ്ങളിൽ സഭയ്ക്കുള്ളിൽ വലിയ കടന്നാക്രമണങ്ങൾ ഒഴിവാക്കുവാനാണ് പ്രതിപക്ഷത്തെ ചില നേതാക്കളുടെ നീക്കം. പരാതിക്കാരിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ തെളിവുകളിൽ ചിലപ്പോൾ ചിലത് രാഹുൽ പുറത്തുവിട്ടേക്കാം. സമിതിക്ക് മുൻപിൽ നേരിട്ട് ഹാജരായി തന്റെ ഭാഗം വ്യക്തമാക്കുമെന്ന് അദ്ദേഹം അടുപ്പക്കാരെ അറിയിച്ചിട്ടുണ്ട്.